ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ ഈ പമ്പയിലോ സന്നിധാനത്തോ ശബരിമലയിലേക്ക് പോകുന്ന വഴിയിലോ ഒന്നും ഒരു ചിത്രീകരണവും സിനിമയ്ക്ക് വേണ്ടിയുള്ള കൊമേഴ്സ്യലായിട്ടുള്ള ഒരു ചിത്രീകരണവും സാധ്യമല്ല. അങ്ങനെ ഇരിക്കെ അനുമതിയില്ലാതെ പമ്പയിൽ ഒരു സിനിമ ചിത്രീകരിച്ചു എന്നൊരു പരാതി. ആ പരാതിയിൽ ഇപ്പോൾ അന്വേഷണമായിരിക്കുന്നു. സംവിധായകൻ അനുരാജ് മനോഹരന്റെ സിനിമയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഷാജഹാൻ നൽകിയ പരാതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇടപെട്ടിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ADGP S ശ്രീജിത്താണ് അനധികൃതമായി അനുമതി നൽകിയത് എന്ന് പരാതിയിലുണ്ട്. റഹീസ് റഷീദിനോട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ശബരിമലയിലോ സന്നിധാനത്തോ പമ്പയിലോ ഈവൻ നിലയ്ക്കൽ പോലും ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മുൻകൂർ അനുമതി വേണം. അത് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ചരിത്രമുണ്ട്. പക്ഷേ അത്തരത്തിൽ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് അനുവാദം വാങ്ങാതെയാണോ, അതായത് രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെയാണോ ഈ സിനിമ ഷൂട്ട് ചെയ്തത്? ശ്രീജിത്ത് എന്തോ അനുമതി കൊടുത്തു വാക്കാൽ എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് സത്യാവസ്ഥ? റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സന്നിധാനത്ത് സിനിമാ ചിത്രീകരണത്തിന് ഹൈക്കോടതിയുടെ വിലക്കുണ്ട്. ആ വിലക്ക് നിലനിൽക്കുകയാണ്. മകരവിളക്കിൻ്റെ 2 ദിവസം മുമ്പ് ഈ സിനിമയുടെ സംവിധായകൻ, നരിവേട്ട എന്ന സിനിമയൊക്കെ സംവിധാനം ചെയ്ത അനുരാജ് മനോഹറായിരുന്നു സംവിധായകൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിൻ്റെ അടുത്ത് മകരവിളക്കിന് 2 ദിവസം മുമ്പ് സന്നിധാനത്ത് മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള അനുമതി ചോദിച്ച് സമീപിച്ചു. പക്ഷേ അദ്ദേഹം അപ്പോൾ തന്നെ ഹൈക്കോടതിയുടെ വിലക്കുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് പമ്പയിൽ ഷൂട്ടിംഗ് നടന്നത്. ഈ ഷൂട്ടിംഗ് നടന്നു എന്ന കാര്യം ദേവസ്വം ബോർഡ് സ്ഥിരീകരിച്ചിരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്നലെയാണ് തിരുവനന്തപുരം സ്വദേശിയായ അഡ്വക്കേറ്റ് ഷാജഹാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പരാതി നൽകുന്നത്. ആ പരാതിക്ക് ശേഷം അന്വേഷിച്ചപ്പോഴാണ് പമ്പയിൽ ഷൂട്ടിംഗ് നടന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ പരാതിക്കാരൻ പറയുന്നത് ADGP സന്നിധാനത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ADGP S ശ്രീജിത്താണ് അനുമതി നൽകിയത് എന്നതാണ്. സംവിധായകനും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ശ്രീജിത്ത് അനുമതി നൽകിയിട്ടാണ് പമ്പയിൽ ഷൂട്ട് ചെയ്തത് എന്നതാണ്. ഇനി അറിയേണ്ട ഒരു കാര്യം, കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനുമതി നിഷേധിച്ച കാര്യം പറയാതെ ശ്രീജിത്തിന്റെ അടുത്തേക്ക് സംവിധായകൻ പോവുകയായിരുന്നു. അതറിയാതെ പമ്പയിൽ ഷൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതാണോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഇക്കാര്യത്തിലുള്ള പരാതിയിൽ ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാനുള്ള നിർദ്ദേശം കെ ജയകുമാർ നൽകി. ഉടൻ തന്നെ റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അരുൺകുമാർ.